10 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു അടിപൊളി സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതേപോലത്തെ ക്രാഫ്റ്റ് പേപ്പേഴ്സാണ് വാങ്ങിച്ചത്. ഇത് ഒന്നിന് 2 രൂപയേ ഉള്ളൂ. ഇതേപോലത്തെ 5 ക്രാഫ്റ്റ് പേപ്പേഴ്സ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതേപോലത്തെ ക്രാഫ്റ്റ് പേപ്പർ ഒന്ന് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ മടക്കി കൊടുക്കുക, സൈഡിലേക്ക് വെച്ചിട്ട്. എന്നിട്ട് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ വീണ്ടും മടക്കുക. പക്ഷേ നമ്മൾ സെൻറ്ററിലേക്കല്ല കേട്ടോ മടക്കുന്നത്, കുറച്ചുകൂടി ഉണ്ടോ, കുറച്ചുകൂടി ഒന്ന് വിട്ടിട്ടാണ് മടക്കുന്നത്. ഇത് മറ്റേ സൈഡിൽ നിന്നും ഇതേപോലെ തന്നെ ആക്കിയിട്ട് അത് സെൻറ്ററിലോട്ടാണ് കേട്ടോ മടക്കുന്നത്. അപ്പോൾ നേരത്തെ പേപ്പർ മുകളിലും ഇത് താഴെ ആയിത്തക്ക രീതിയിൽ മടക്കിയിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണില്ലേ? ഇതേപോലെ തന്നെ നമ്മളെടുത്തുള്ള 5 പേപ്പേഴ്സും ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിത് 5 ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എക്സസ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഒരു ത്രികോണം പോലെ ആക്കിയിട്ട് ബാക്കിയൊക്കെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 5ഉം ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. ഈ ഒരു മേക്കിങ്ങിൽ വളരെ സന്തോഷമുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായിരിക്കും ഞാനല്ല ഉണ്ടാക്കുന്നത്, എൻ്റെ ഹസ്ബൻഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കൈ കൊണ്ട് എൻ്റെ ഒരു ചാനലിൽ ഇങ്ങനെ ഒരു മേക്കിംഗ് വീഡിയോസ് ഇടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല. ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. ദെൻ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ പീസിൽ നമ്മളൊരു 2 ഇഞ്ചല്ല, ഒരു 4 ഇഞ്ച് ഉള്ളോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ത്രികോണം ആക്കി കൊടുക്കുക. 2 സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക. ദെൻ അതും കട്ട് ചെയ്ത് മാറ്റുക. അതേപോലെ എല്ലാം ചെയ്തെടുക്കുക കേട്ടോ. ഒരു 4 ഇഞ്ച് ഉള്ളോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് 2 സെൻറ്ററിൽ നിന്നും ആ 4 ഇഞ്ചിലേക്ക് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനെക്കാട്ടും നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് തൂക്കുമ്പോൾ അത് കത്തിച്ച് കാണുമ്പോഴുള്ള സന്തോഷം വളരെ വലുതാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ പ്രാവശ്യം ക്രിസ്മസിന് എന്തായിട്ടും ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ 5ഉം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഇഞ്ചിൽ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട്, 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ, 1 ഇഞ്ച് വേണ്ട, അതിൽ താഴെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നടുവിൽ ഇതേപോലെ ഒരു ചെറിയ ത്രികോണം കട്ട് ചെയ്ത് മാറ്റുക. ഒരു ഇഞ്ച് വേണ്ട കേട്ടോ, ഒരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ച് മാർക്ക് ചെയ്തോളൂ. ഇത് 2 സൈഡിൽ നിന്നും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും. ദെൻ അത് നമ്മൾ മാർക്ക് ചെയ്ത് വരച്ചില്ലേ, വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതേപോലെ മടക്കി കൊടുക്കുക, മറ്റേ സൈഡും മടക്കി കൊടുക്കുക. ദെൻ താഴത്തെ വരുന്നില്ലേ, അത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യണത്. ഒരു ഭാഗം മടക്കിയിട്ട് മറ്റേ ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യണത്. ഇതേപോലെ 5ഉം ചെയ്തെടുക്കുക. നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സ്റ്റാറിൻ്റെ അതേ ഭംഗിയിലും കിട്ടും, നല്ല ഫാസ്റ്റായിട്ടും ചെയ്യാൻ പറ്റും.
പല ടൈപ്പിലുള്ള പേപ്പേഴ്സ് അവൈലബിൾ ആണ്. ഇത് ഞാൻ 2 രൂപയുടെ പേപ്പർ വാങ്ങിയിട്ടുള്ളൂ. വലിയ ചാർട്ട് പേപ്പർ നല്ല കളേഴ്സിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാറിൻ്റെ വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള മെറ്റീരിയൽസ് വാങ്ങിച്ചാൽ മതി. അതനുസരിച്ചിട്ടുള്ള വലിയ ചാർട്ട് പേപ്പറൊക്കെ കിട്ടും, അതിലും ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ 5 നമ്മൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 5 നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ദെൻ ഒരു ലീഫ് എടുക്കുക. നമ്മളതിന് ഹോൾസ് ഉണ്ടാക്കാൻ പോവുകയാണ്. എന്നാലേ ഉള്ളൂ ബൾബ് ഇടുമ്പോൾ നല്ല ഭംഗിയിൽ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ അടുത്ത് പഞ്ച് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. പഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ 5 ലീഫ് ഒരുമിച്ച് വെച്ചിട്ട് പഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതേപോലെ ഉള്ളൊരു സ്കെയിൽ കൊണ്ടാണ് ചെയ്യണത്. ഈ സ്കെയിലിൽ തന്നെയുള്ള മാർക്കിങ് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതേപോലെ തന്നെ എല്ലാ ലീഫിലും മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇതാ ഒരു വശത്ത് നമ്മൾ മടക്കിയിട്ടുണ്ട്, ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മടക്കിയ വശത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ലീഫും കൂടി എടുത്തിട്ട് അത് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. നല്ലോണം ഉള്ളോട്ടാക്കി കൊടുക്കണം. പിന്നെ ഗം അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ആവശ്യമില്ലാതെ അവിടെയും ഇവിടെ അപ്ലൈ ചെയ്ത് അപ്പോൾ ഒന്നായിട്ട് ഒട്ടിപ്പിടിക്കും. ഇനി ഇതേപോലെ തന്നെ എല്ലാ ലീഫും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമുക്കൊരു സ്റ്റാറിൻ്റെ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ വേഗം മനസ്സിലാവും കേട്ടോ. പറയുന്നതിനെക്കാട്ടും കണ്ടു നോക്കിയാൽ വേഗം മനസ്സിലാവും. അതിനുള്ളിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ മുഴുവൻ ലീഫ് നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡിൽ 2 സൈഡിലും ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഒരു ത്രെഡും കൂടി കെട്ടിക്കൊടുത്തു. അപ്പോൾ നമ്മളവിടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 2 സൈഡിലും ഒരു ഹോൾ ഉണ്ടാക്കി ത്രെഡ് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഉണങ്ങിയിട്ട് മാത്രം തുറന്ന് നോക്കാം കേട്ടോ. കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇത് നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കാൻ പോവാണ്. ഇത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്മസിന് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഇനി 10 രൂപ മാത്രം മതി. അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക, കമൻസായിട്ട് അറിയിക്കുക അഭിപ്രായം. അപ്പോൾ നമ്മൾ കത്തിച്ച് നോക്കി. അപ്പോൾ നിങ്ങൾ ഹോൾ ഇടുന്നതിനനുസരിച്ച് ഭംഗിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ നല്ല ഭംഗിയും കളർഫുള്ളും ഒക്കെ ആക്കാവുന്നതാണ്.
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്